സ്വർഗം ഭൂമിയിലിറങ്ങിടും ഈ യാഗപീഠത്തിൽ ജീവൻ പകരും ബലിയേകാൻ ഹൃദയമൊരുക്കിടാം. സ്നേഹാതിരാജനാം യേശുനായക സ്വർഗം ഭൂമിയിലിറങ്ങിടും ഈ യാഗപീഠത്തിൽ ജീവൻ പകരും ബലിയേകാൻ ഹൃദയമൊരുക്കിടാം. ജീവജലത്തിൽ മധുരം നുകരാൻ ഞങ്ങൾ സ്നേഹവിരുന്നിൻ വേദിയിലിന്നിതാ. ജീവജലത്തിൽ മധുരം നുകരാൻ ഞങ്ങൾ സ്നേഹവിരുന്നിൻ വേദിയിലിന്നിതാ. നിന്റെ യാഗപീഠത്തിൽ ഹൃദയം ചേർക്കാനേ നിമിഷം യേശുനായക സ്വർഗം ഭൂമിയിലിറങ്ങിടും ഈ യാഗപീഠത്തിൽ ജീവൻ പകരും ബലിയേകാൻ ഹൃദയമൊരുങ്ങിടാ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആഗമനകാലത്തില് നമ്മൾ കർത്താവിൻ്റെ ഒരു പ്രതീക്ഷിച്ചിരിക്കുന്ന ഈ അവസരത്തിൽ നമ്മൾ ഇന്നത്തെ ബലിയിൽ പ്രത്യേകമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇന്ന് ജന്മദിനമുള്ള ഡൊമിനിക് സാവിയോ, അതുപോലെ സിസ്റ്റർ ശുഭ ജോസഫ്, അതുപോലെ നമ്മിൽ നിന്ന് വേർപിരിഞ്ഞ് പോയിട്ടുള്ള വിൽസൺ ഓടത്തുക്കൽ, അത്തിപ്പഴി ജോസഫ് തോമസ്, ജോസഫ് ടിക്കോത്തോ, ട്രീസ ഡിസ്കോത്തോ, കുരിശിങ്കൽ ആനി ജമ്മ, ഐവി ഡിസിൽവ, ഏണസ്റ്റ് ഡിസിൽവ, സാമുവൽ ക്ലെമന്റ്, എലിസബത്ത് ക്ലെമന്റ് അത്തിപ്പഴി, ഐവി മോന്തോ, ഫ്രാൻസിസ് മോന്തോ, ഈ സഹോദരങ്ങളോർത്ത് അവർക്ക് നിത്യവിശ്രാന്തി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ആഗതനാകും, അവിടെ നിന്ന് വൈകുകയില്ല. ഇരുളിൽ മറഞ്ഞിരിക്കുന്നവ അവിടെ നിന്ന് വെളിച്ചത്ത് കൊണ്ടുവരും. അവിടെ നിന്ന് സഹജനതകൾക്കും തന്നെ വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും. സഹോദരരെ, ഈ ബലിയർപ്പണം ദൈവത്തിന് സ്വീകാര്യമാകുന്നതിനായി നമ്മുടെ തെറ്റുകളെയും പാപങ്ങളെയും മനസ്തപിച്ച് ദൈവത്തോട് ഏറ്റു പറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരൻ നിങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യായ പരിശുദ്ധമറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ.
നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങേ പുത്രൻ്റെ ആസന്നമായിരിക്കുന്ന മഹോത്സവം ഞങ്ങളുടെ ഇപ്പോഴത്തെ ഈ ജീവിതത്തിന് ഔഷധവും നിതസമാനവും സംലബ്ധമാകാൻ ഇടയാക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവുള്ള ഐക്യത്തിൽ ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്. അക്കാലത്ത് ദൈവം അരുളി ചെയ്തു, കിഴക്കും പടിഞ്ഞാറുമുള്ള എല്ലാവരും ഞാനാണ് കർത്താവ്, ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് അറിയുന്നതിനും വേണ്ടി തന്നെ. ഞാൻ പ്രകാശമുണ്ടാക്കി, ഞാൻ അന്ധകാരം സൃഷ്ടിച്ചു, ഞാൻ സുഖദുഃഖങ്ങൾ നൽകുന്നു. ഇതെല്ലാം ചെയ്ത കർത്താവ് ഞാൻ തന്നെ. സ്വർഗങ്ങളെ മുകളിൽ നിന്നും പൊഴിയുക, ആകാശം നീതി ചൊരിയട്ടെ, ഭൂമി തുറന്ന് രക്ഷ മുളയ്ക്കട്ടെ, അങ്ങനെ നീതി സംജാതമാകട്ടെ. കർത്താവായ ഞാനാണ് ഇത് സൃഷ്ടിച്ചത്. ഞാനാണ് കർത്താവ്, ഞാനല്ലാതെ മറ്റൊരുവനില്ല എന്ന് ആകാശം സൃഷ്ടിച്ച കർത്താവ് അരുളി ചെയ്യുന്നു. അവിടുന്നാണ് ദൈവം, അവിടുന്ന് ഭൂമിയെ രൂപപ്പെടുത്തി സ്ഥാപിച്ചു. വ്യർത്ഥമായിട്ടല്ല, അധിവാസ യോഗ്യമായി തന്നെ അവിടുന്ന് അത് സൃഷ്ടിച്ചു. ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല, ഞാനല്ലാതെ നീതിമാനായ ദൈവവും രക്ഷകനുമായി മറ്റാരുമില്ല. ഭൂമിയുടെ അതിർത്തികളെ എന്നിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുക. ഞാനാണ് ദൈവം, ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല. ഞാൻ ശബ്ദം ചെയ്തിരിക്കുന്നു, ഒരിക്കലും തിരിച്ചെടുക്കാത്ത നീതിയുടെ വാക്ക് എന്നിൽ നിന്നും പുറപ്പെട്ടിരിക്കുന്നു. എല്ലാവരും എൻ്റെ മുൻപിൽ മുട്ടുമടക്കും, എല്ലാ നാവും ശബ്ദം ചെയ്യും. നീതിയും ബലവും കർത്താവിൻ്റെ മാത്രം എന്ന് എന്നെക്കുറിച്ച് മനുഷ്യർ പറയും. അവിടത്തെ എതിർക്കുന്നവരെല്ലാം അവിടത്തെ മുൻപിൽ ലജ്ജിതരാകും. ഇസ്രായേലിന്റെ സന്തതികൾ കർത്താവിൽ വിജയവും മഹത്വവും കൈവരിക്കും. കർത്താവിന്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. സ്വർഗങ്ങളെ മുകളിൽ നിന്ന് പൊഴിയുക, ആകാശം നീതി ചൊരിയട്ടെ. സ്വർഗങ്ങളെ മുകളിൽ നിന്നും പൊഴിയുക, ആകാശം നീതി ചൊരിയട്ടെ. കർത്താവായ ദൈവം അരുളി ചെയ്യുന്നത് ഞാൻ കേൾക്കും. അവിടുന്ന് തന്റെ ജനത്തിന് സമാധാനം അരുളും. ഹൃദയപൂർവം തന്നിലേക്ക് തിരിയുന്ന തന്റെ വിശുദ്ധർക്ക് തന്നെ. അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് രക്ഷ സമീപസ്ഥമാണ്. മഹത്വം നമ്മുടെ ദേശത്ത് കുടികൊള്ളും. സ്വർഗങ്ങളെ മുകളിൽ നിന്ന് പൊഴിയുക, ആകാശം നീതി ചൊരിയട്ടെ. കാരുണ്യവും വിശ്വസ്തതയും നമ്മിൽ ആശ്ലേഷിക്കും. നീതിയും സമാധാനവും പരസ്പരം ചുംബിക്കും. ഭൂമിയിൽ വിശ്വസ്തത മുളയെടുക്കും. നീതി ആകാശത്തു നിന്ന് ഭൂമിയെ കടാക്ഷിക്കും. സ്വർഗങ്ങളെ മുകളിൽ നിന്ന് പൊഴിയുക, ആകാശം നീതി ചൊരിയട്ടെ. കർത്താവ് നന്മ പ്രദാനം ചെയ്യും. നമ്മുടെ ദേശം സമൃദ്ധമായി വിളവ് നൽകും. നീതി അവിടത്തെ മുൻപിൽ നടന്ന് അവിടത്തേക്ക് വഴിയൊരുക്കും. സ്വർഗങ്ങളെ മുകളിൽ നിന്ന് പൊഴിയുക, ആകാശം നീതി ചൊരിയട്ടെ. അല്ലേലുയ, അല്ലേലുയ. സദ്വാർത്ഥമായി വരുന്ന സിയോനെ, ശക്തിയോടെ സ്വരമുയർത്തി പറയുക, ഇതാ ദൈവമായ കർത്താവ് ശക്തിയോടെ വരുന്നു. അല്ലേലുയ. കർത്താവ് നിങ്ങളോടുകൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യോഹന്നാൻ തന്റെ ശിഷ്യന്മാരിൽ 2 പേരെ വിളിച്ച്, വരാനിരിക്കുന്നവൻ നീ തന്നെയോ
അതോ ഞങ്ങൾ വേറൊരുവനെ കാത്തിരിക്കണമോ എന്ന് കർത്താവിനോട് ചോദിക്കാൻ പറഞ്ഞയച്ചു. അവർ അവൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, വരാനിരിക്കുന്നവൻ നീ തന്നെയോ അതോ ഞങ്ങൾ വേറൊരുവനെ കാത്തിരിക്കണമെന്ന് ചോദിക്കാൻ സ്നാപകയോഹന്നാൻ ഞങ്ങളിതിൻ്റെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു. അപ്പോൾ യേശു വളരെ പേരെ രോഗങ്ങളിൽ നിന്നും പീഡകളിൽ നിന്നും അശുദ്ധാത്മാക്കളിൽ നിന്നും സുഖപ്പെടുത്തുകയും അനേകം കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുകയും ചെയ്തു. അവൻ പറഞ്ഞു, നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തതെല്ലാം ചെന്ന് യോഹന്നാനെ അറിയിക്കുക. കുരുടന്മാർ കാണുന്നു, മുടന്തന്മാർ നടക്കുന്നു, കുഷ്ഠരോഗികൾ സുഖപ്പെടുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. എന്നിൽ ഇടർച്ചയുണ്ടാകാത്തവൻ ഭാഗ്യവാൻ. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. കർത്താവിൻ്റെ വചനത്തോടൊപ്പം കർത്താവിൻ്റെ പ്രവർത്തികളാണ് ഇത് മിശിഹായാണെന്നുള്ള തെളിവ് നൽകുന്നത്. മിശിഹായ്ക്കടുത്ത പ്രവർത്തനങ്ങളാണ് ഇത്, രക്ഷയുടെ പ്രവർത്തനങ്ങൾ. ദൈവത്തിൻ്റെ രക്ഷ, മനുഷ്യർക്ക് വേണ്ടിയുള്ള രക്ഷയുടെ പ്രവർത്തനങ്ങളാണ്. ചെകിടർ കേൾക്കുകയും ഊമൻ സംസാരിക്കുകയും കുഷ്ഠരോഗികൾ സുഖപ്പെടുകയും മുടന്തന്മാർ നടക്കുകയും ചെയ്യുന്ന ഈ രക്ഷാകര പ്രവർത്തനത്തിൻ്റെ പ്രതീക അടയാളങ്ങളായിരുന്നു. ദൈവം സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു. അത് ഈ ഇങ്ങനെയുള്ള രക്ഷയുടെ പ്രവർത്തനങ്ങളിൽ, ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുതന്നെയാണ് ഈ വിശ്വാസത്തിൻ്റെ കാഴ്ചപ്പാടിൽ നമ്മൾ യേശുവിൽ കാണുന്നത്. അവിടുന്ന് ആഗതനാകുമ്പോൾ, നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടുന്ന് നമ്മുടെ അനർത്ഥങ്ങളൊക്കെ ഇല്ലാതാക്കും, നമുക്ക് സന്തോഷം പ്രദാനം ചെയ്യും. ഈ പ്രത്യാശയോട് നമുക്ക് നമ്മുടെ കർത്താവിൻ്റെ ആഗമനത്തിൻ്റെ ആ ഓർമ്മയ്ക്കായി നമുക്ക് കാത്തിരിക്കാം. പ്രിയ സഹോദരരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആഗമനം ഭക്ത്യാദരപൂർവ്വം പ്രതീക്ഷിച്ചുകൊണ്ട് അവിടുത്തെ കാരുണ്യം കൂടുതൽ തീക്ഷ്ണതയോടെ നമുക്ക് യാചിക്കാം. ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കാനും ഹൃദയം നുറുങ്ങിയവരെ സുഖപ്പെടുത്താനും അവിടുന്ന് ലോകത്തിലേക്ക് വന്ന പോലെ നമ്മുടെ ഈ കാലയളവിലും നമുക്കെല്ലാവർക്കും അവിടുന്ന് രക്ഷപ്രദാനം ചെയ്യുമാറാകട്ടെ. അവിടുന്ന് തന്റെ തിരുസഭയെ സന്ദർശിക്കുകയും സർവദാ കാത്തുപാലിക്കുകയും ചെയ്യുന്നതിന് കർത്താവിന് നമുക്ക് അപേക്ഷിക്കാം. റോമായിലെ പാപ്പായെയും നമ്മുടെ മെത്രാനെയും മെത്രാൻ പദവിയിലുള്ള എല്ലാവരെയും അവിടുന്ന് ആത്മീയ കൃപദാനങ്ങൾ കൊണ്ട് നിറക്കണമെന്ന് കർത്താവിനൊക്കെ അപേക്ഷിക്കാം. അവിടുത്തെ സംരക്ഷണ നമ്മുടെ ഈ കാലഘട്ടം സമാധാനപൂർണമാകട്ടെ എന്ന് കർത്താവിനൊക്കെ അപേക്ഷിക്കാം. രോഗങ്ങൾ ദൂരീകരിക്കുകയും ദാരിദ്ര്യമകറ്റ എല്ലാവിധ ക്ലേശങ്ങളും ഒഴിവാക്കുകയും ചെയ്യാൻ കർത്താവിനൊക്കെ അപേക്ഷിക്കാം. എല്ലാ മനുഷ്യരും മുമ്പാകെ അവിടെ സ്നേഹത്തിന്റെ സാക്ഷികളായി സത്യത്തിൽ നിലനിൽക്കാനായി കർത്താവിനൊക്കെ അപേക്ഷിക്കാം. നമ്മൾ പ്രത്യേകമായി പ്രാർത്ഥിക്കാനായിട്ട് നിയോഗിതരായിരിക്കുന്നവര് വിൽസനെയും ജോസഫ് തോമസിനെയും ജോസഫ് ടിക്കോത്തെയും അതുപോലെ തന്നെ കുരിശിങ്കൽ ആനി ജമ്മയെയും ഐവി ഡിസിൽബ ഏണസ് ഡിസിൽബയെയും സാമുവൽ ക്ലെമന്റും എലിസബത്ത് ക്ലെമന്റിനെയും ഐവിയെയും ഫ്രാൻസിസിനെയും നിത്യവിശ്രാന്തി നൽകി അവർക്ക് അനുഗ്രഹിക്കണമെന്ന് കർത്താവിനെ നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങ് എല്ലാവരെയും രക്ഷിക്കുകയും ആരും നശിച്ചു പോകരുന്ന് അഭിലഷിക്കുകയും ചെയ്യുന്നുവല്ലോ. അങ്ങ് ജനത്തിൻ്റെ പ്രാർത്ഥനകൾ ശ്രവിക്കണമേ. സമാധാനപൂർണമായ അങ്ങ് ഈ പരിപാലനത്താൽ ലോകഗതി നയിക്കപ്പെടാനും അങ്ങ് പ്രശാന്തമായ ഭക്തിയാൽ ഞങ്ങൾ സന്തോഷിക്കാനും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന
കേട്ടരുളേണമേ. സമർപ്പിച്ചിടാം സമർപ്പിച്ചിടാം യേശുവേ എന്നെ നിൻ അൽത്താരയിൽ, ഈ കാസയിൽ ഒരു മിഴുനീർക്കണമായി എൻ ജീവിത ദുഃഖം ലയിച്ചിടട്ടെ. സമർപ്പിച്ചിടാം സമർപ്പിച്ചിടാം യേശുവേ എന്നെ നിൻ അൽത്താരയിൽ. നാഥാ നീ തന്നതെല്ലാം ഓർക്കുന്നു നിന്റെ മുൻപിൽ, നാഥാ നീ തന്നതെല്ലാം ഓർക്കുന്നു നിന്റെ മുൻപിൽ. നിറഞ്ഞിടും നിൻ മനം കൃതജ്ഞതയാ, ഇല്ലായ്മയോർത്തു ഞാനിനിമേൽ തളരില്ല. നിറഞ്ഞിടും നിൻ മനം കൃതജ്ഞതയാ, ഇല്ലായ്മയോർത്തു ഞാനിനിമേൽ തളരില്ല. എന്നെയുള്ളം മന്ത്രിക്കുന്നു, സമർപ്പിച്ചിടാം സമർപ്പിച്ചിടാം യേശുവേ എന്നെ നിൻ അൽത്താരയിൽ. സഹോദരന്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവിന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, ദിവ്യരഹസ്യത്താൽ സ്ഥാപിതമായ പൂർത്തിയാക്കപ്പെടുന്നതിനും ഞങ്ങൾ അങ്ങേ രക്ഷ പ്രബലമാം വിധം നിവർത്തിക്കപ്പെടുന്നതിനും വേണ്ടി ഞങ്ങളുടെ ആരാധന ബലി നിർവിഘ്നം അങ്ങേക്ക് അർപ്പിക്കപ്പെടുമാറാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, ആത്മാവോടുകൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പ്രഥമാഗമനത്തിൽ അവിടുന്ന് എളിയ ശരീരപ്രതി സ്വീകരിച്ചുകൊണ്ട് പൂർവിക പദ്ധതിയുടെ സംവിധാനം പൂർത്തീകരിക്കുകയും ഞങ്ങൾക്ക് നിത്യരക്ഷയുടെ മാർഗം തുറന്നു തരികയും ചെയ്തു. അങ്ങനെ അവിടുത്തെ പ്രാഭവത്തിൻ്റെ മഹത്വത്തിൽ രണ്ടാമതും എഴുന്നള്ളുമ്പോൾ ഞങ്ങളിപ്പോൾ ജാഗരൂകരായി കാത്തിരിക്കാൻ മുതിരുന്ന വാഗ്ദാനം അവസാനം പ്രത്യക്ഷത്തിൽ സ്വീകരിക്കുമാറാകട്ടെ. ആകയാൽ മാലാഖമാരോടും പ്രധാന മാലാഖമാരോടും ഭദ്രാസനന്മാരോടും അതീശന്മാരോടും സ്വർഗീയ സനത്തിൻ്റെ എല്ലാ വൃന്ദങ്ങളോടുമൊത്ത് അവിരാമം പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിൻ്റെ ഗീതം ഞങ്ങൾ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ
നാമമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവെ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേ കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങ് മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാച്ചതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേർ ഞങ്ങളെ പരിശുദ്ധാത്മാവായി ചേർക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ ഉപദേഷ്ടാ ജെയിംസ് മെത്രാനോടും വൈദ്യഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതര അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ.
ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുള്ള ഐക്യത്തിലെല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം നിങ്ങൾക്കും നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാർ അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കഴിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആത്മാവോടുകൂടെ നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വിരുന്ന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. ഭവനത്തിൽ പ്രവേശിക്കുവാൻ അവിടുന്ന് വാക്ക് ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് വിശ്വസം പ്രാപിക്കും.
മഴയേ മേഘമേ വാ, ദൈവത്തെ സ്തുതിക്കും. കാറ്റേ കടലേ വാ, ദൈവത്തെ സ്തുതിക്കും. മഴയേ മേഘമേ വാ, ദൈവത്തെ സ്തുതിക്കും. മാമലയാറുകളെ പൂമലർവാടികളെ, മാമലയാറുകളെ പൂമലർവാടികളെ, പൈകിളി ജാലങ്ങളെ കർത്താവിനെ സ്തുതിക്കും. പൈകിളി ജാലങ്ങളെ കർത്താവിനെ സ്തുതിക്കും. കാറ്റേ കടലേ വാ, ദൈവത്തെ സ്തുതിക്കും. മഴയേ മേഘമേ വാ, ദൈവത്തെ സ്തുതിക്കും. ആത്മാവിനാനന്ദം നീ, ആശ്രിതർക്കാശ്വാസം നീ. ആത്മാവിനാനന്ദം നീ, ആശ്രിതർക്കാശ്വാസം നീ. മാനവഭോജനം നീ, മാധുരിസാരവും നീ. മാനവഭോജനം നീ, മാധുരിസാരവും നീ. കാറ്റേ കടലേ വാ, ദൈവത്തെ സ്തുതിക്കും. മഴയേ മേഘമേ വാ, ദൈവത്തെ സ്തുതിക്കും. കാറ്റേ കടലേ വാ, ദൈവത്തെ സ്തുതിക്കും. മഴയേ മേഘമേ വാ, ദൈവത്തെ സ്തുതിക്കും. ദൈവമേ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, അങ്ങേക്കായെന്നും സ്തോത്രങ്ങൾ. പരിനിന്നതിനാഥനായ ഞങ്ങളെന്നും സ്തുതിക്കുന്നു. നിത്യസൽപിതാവാകുമങ്ങയെ ആരാധിക്കുന്നു പാരാകെ, ആരാധിക്കുന്നു പാരാകെ. ദൈവദൂതൻ
സൈന്യാധീശനാം ദൈവം സംശുദ്ധൻ സംശുദ്ധൻ നിത്യം സംശുദ്ധൻ സംശുദ്ധൻ നിത്യം സംശുദ്ധൻ. ജനങ്ങളെ ആശിസേകളെ നിത്യവും നീ ഭരിക്കുക നിൻ ജനങ്ങളെ ഉന്നതീവർഗങ്ങളെ നിത്യവും ഞങ്ങളെ വാഴ്ത്തും നിൻ പാവന നാമവും സദാ പാവന നാമവും സദാ. ഇന്നു ഞങ്ങളിൽ പാവമേശായ അനുഗ്രഹം നൽകണേ. ആശ്രയിച്ചിവർ തീവ്രമായ ഇന്നും കാരുണ്യം കൊള്ളുവാൻ അർപ്പിച്ചു നിന്നിലാശ സർവവും ദേശം ലജ്ജിക്കയില്ല ഞാൻ ദേശം ലജ്ജിക്കയില്ല ഞാൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ അങ്ങേ കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു. തിന്മകളിൽ നിന്ന് മോചിതരായ ഞങ്ങളെ ഈ ദിവ്യമായ പോഷണദ്രവ്യങ്ങൾ ആസന്നമാകുന്ന തിരുനാളിന് ഒരുക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. ആത്മാവോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ, ദിവ്യ പൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.